ഐ2 ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ മുഖ്യ ധാരാമാധ്യമങ്ങൾ മുഖ്യ ആ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമുക്കറിയാം, വെറും ആരോപണത്തിന്റെ പേരിൽ രാഹുൽ മാങ്കുട്ടത്തെ സംഘം ചേർന്ന് വേട്ടയാടുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു CPM MLA തന്റെ പാർട്ടിക്കാരിയായ ഒരു ഭർത്തൃമതിയായ യുവതിയുടെ വീട്ടിൽ അവിഹിതത്തിന് വരികയും ഭർത്താവ് കയ്യോടെ പൊക്കുകയും നാട്ടുകാർ ചേർന്ന് കതക് ചവിട്ടിപ്പൊളിച്ച് കതക് തുറന്നപ്പോൾ ആണ്ടു നിൽക്കുന്നു നൂൽ ബന്ധമില്ലാതെ ആ CPM MLA. നാട്ടുകാരുടെ മുന്നിൽ ജനനേന്ദ്രിയത്തിന് ചവിട്ട് കിട്ടിയ ആ അവിഹിത വീരൻ ആരാണ്? പല മാധ്യമങ്ങളും ഇന്ന് പേരൊന്നും പരാമർശിക്കാതെ അവിടെയും ഇവിടെയും തൊടാതെ ചരമക്കോളത്തിൽ ചെറിയ വാർത്തകൾ എറണാകുളം എഡിഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ചേർന്ന് മുക്കിയ ആ വാർത്ത ഞങ്ങളിതാ പുറത്തുവിടുകയാണ്. ആ ഉണ്ണി ആരാണ്? CPM MLA ആ പെണ്ണുകേസിൽ പൊക്കി ഭർത്താവിന്റെ ചവിട്ട് കിട്ടിയ ജനനേന്ദ്രിയത്തിന് ചവിട്ട് കിട്ടിയ ആ ഉണ്ണി ആരാണ്? ഇന്ന് അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണത്തിനായിട്ട് ഞങ്ങൾ ഇത് സമർപ്പിക്കുകയാണ്. അത് ആരാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, CPM-ന് എറണാകുളത്ത് 5 MLA-മാരാണുള്ളത്. ഒന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ, അതുപോലെ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ, കളമശ്ശേരി രാജീവ്, കോതമംഗലം MLA ആന്റണി ജോസ്, കൊച്ചി KJ മാക്സി എന്നിങ്ങനെ 5 MLA-മാരാണ് CPM-ന് എറണാകുളത്തുള്ളത്. അതിൽ ആരാണ് പേരിനോടൊപ്പം ഉണ്ണിയുള്ള ആ ഉണ്ണിയാണ് ജനനേന്ദ്രിയം തകർന്ന ചവിട്ട് ഏറ്റത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പാർട്ടി സമ്മേളനത്തിന് പാർട്ടി മീറ്റിംഗിനെന്നും പറഞ്ഞ് ഭർത്താവ് പോയപ്പോൾ ആ അവസരം നോക്കി ഉൾപാർട്ടി ചർച്ചയ്ക്ക് വന്ന ആ വീരൻ ആരാണ്? കേക്കച്ചൻ ഇടപെട്ടാണ് ഇത് പുറംലോകം അറിയാതെ ഈ വിഷയം സെറ്റിൽ ചെയ്ത് ഒതുക്കി തീർത്തത് എന്നാണ് നമുക്കറിയുവാൻ സാധിച്ചത്. രാഹുലിനെതിരെ യാതൊരു തെളിവുമില്ല, പരാതിയുമില്ലാതെ ഈ വിഷയം ആളിക്കത്തിച്ച നിലപാട് മന്നൻ കേക്കച്ചന്റെ നാട്ടിൽ ഇത്രയും വലിയൊരു അഭിഹിതം നടന്നിട്ട് അത് ഒതുക്കി തീർത്ത കേക്കച്ചൻ സഭയിൽ ഒരക്ഷരം പോലും മിണ്ടാതെ പമ്മിയിരിക്കുകയാണ്. ഭരണപക്ഷത്തെ അടിക്കുവാനുള്ള ഏറ്റവും നല്ല വടി ലൈംഗികാരോപണത്തിന്റെ പേരിൽ തങ്ങളുടെ യുവ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏർപ്പെടുത്തിയ ആ ഇടതുപക്ഷത്തെ വലിച്ചു കീറുവാനുള്ള ഏറ്റവും നല്ലൊരു ആയുധം കിട്ടിയിട്ടും ഇന്നലെ ഈ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണ് ഈ കേക്കച്ചൻ കുഴിയിലേക്ക് കാലും നീട്ടിയിരുന്ന AK ആന്റണിയെ ചുമന്നുകൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയത്. അപ്രകാരം ഒരു പത്രസമ്മേളനം നടത്തി AK ആന്റണിയുടെ ആ പത്രസമ്മേളനത്തിൽ ഇന്നലെ പൊങ്ങി വരേണ്ടിയിരുന്ന ഈ വിവാദ വിഷയം, ഈ ലൈംഗികാപവാദ വിഷയം ഇവന്മാർ മുക്കിക്കളഞ്ഞു. എന്നാൽ ഈ വിഷയം അങ്ങനെ മുക്കിക്കളയുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയ ആ വാർത്ത ഞങ്ങൾ ഇതാ പൊതുജനങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഏതാണ്ട് ഉച്ചയോടുകൂടി CPM നേതാവായ ഭർത്താവ് പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയപ്പോൾ MLA ഭാര്യ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് അവിഹിതത്തിനെത്തിയ ആ MLA-യെ ഈ ഭർത്താവ് കയ്യോടെ പൊക്കി. വീട്ടിലെത്തി ഭാര്യയുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് എന്തോ അപകടം പറ്റി എന്ന് കരുതിയ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? നാട്ടുകാരെ എല്ലാം കൂട്ടി എൻ്റെ ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചു, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, വീട് അകത്തു നിന്ന് പൂട്ടിയേക്കുന്ന മട്ടിലാണ്, അവൾക്ക് എന്തോ അത്യാഹിതം പറ്റി എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൂട്ടി കതക് ചവിട്ടി തുറന്നപ്പോൾ കണ്ട കാഴ്ച ഈ MLA-യുമൊത്ത് വസ്ത്രമില്ലാതെ നിൽക്കുന്ന ഈ MLA-യാണ്. കലിപൂണ്ട ആ CPM നേതാവ് തൻ്റെ ഭാര്യയുടെ മുന്നിലിട്ട്, നാട്ടുകാരുടെ മുന്നിലിട്ട് ഈ ഉണ്ണിയെ ചവിട്ടി ജനനേന്ദ്രിയം കലക്കി എന്നാണ് വിവരം. ഈ വിവരം ഇവന്മാർ സംഘടിച്ച് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവന്മാരോട് ചേർന്ന് മുക്കി. എന്നാൽ രാഹുൽ വിഷയത്തിൽ അമിതാവേശം കാണിച്ച ആ മൊട്ട അമേരസിരസ്കനോ അവൻ്റെ മരമുറി ചാനലോ ഇവിടെ എന്ത് സംഭവിച്ചാലും രാഹുൽ മുള്ളിയോ അപ്പിയിട്ടോ എന്ന് അന്വേഷിച്ച് പുറകെ പോകുന്ന ഈ നാണം കെട്ടവന്മാർ ഒന്നും ഈ വാർത്ത ഇതുവരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട്
ഈ വിവരം ഞങ്ങൾ ഇതാ പുറത്തുവിടുന്നു. ഇത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടുന്നത് ഈ ഒരു വിഷയം കൂടിയാണ്. അങ്ങനെ രാഹുലിന്റെ വിഷയം ചർച്ച ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് CPM നേതാവിന്റെ ഈ MLA-യുടെ ഈ അവിഹിതം ചർച്ച ചെയ്തുകൂടാ? സഭ സമ്മേളിക്കുമ്പോൾ ഇയാൾ എന്തിനാണ് തിടുക്കപ്പെട്ട് എറണാകുളത്ത് എത്തിയത്? ഈ കോഴിയുടെ ഈ ഉണ്ണിയുടെ ലീലാവിലാസങ്ങൾ നമുക്ക് ചർച്ച ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയ ഈ വാർത്ത അങ്ങനെ ആരും വിസ്മരിക്കരുത്. ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതാ ഞങ്ങൾ വീണ്ടും ഇടുകയാണ്. നമ്മളിത് ചർച്ച ചെയ്യേ പറ്റൂ. രാഹുലിനെ ക്രൂശിക്കാൻ വരുന്ന ഈ കേക്കച്ചന് എന്തുകൊണ്ട് ഈ വിഷയം സെറ്റിൽ ചെയ്തു, അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയം എടുത്തുപയോഗിച്ചില്ല എന്നത് ഞങ്ങൾ പറഞ്ഞതിനെ വീണ്ടും അരക്കിട്ട് അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ കേക്കച്ചൻ എന്ന് പറയുന്നത് ഇവൻ വെറും കേക്കച്ചനല്ല, ഇവനാണ് സഹാബ് കേക്കച്ചൻ. പിണറായിയുടെ ചെരുപ്പ് നക്കി ഇവനാണ് സഹാബ് കേക്കച്ചൻ. ഇടതുപക്ഷത്തിന് വേണ്ടി, ഇടതുപക്ഷം ജയിക്കുവാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 5 കൊല്ലം ഇടതുപക്ഷത്തിന്റെ സഹായത്തോടെ MLA ആയി വിജയിച്ച പിണറായി സർക്കാരിന് 3ാം വട്ടവും ഭരണം പിടിക്കുവാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാറിയ കേക്കച്ചനാണ് പറവൂരിലെ ഈ അവിഹിതം ഒതുക്കിയത്, മുക്കിയത്. അതുകൊണ്ട് ഇവന് നമ്മളൊരു പുതിയ പേര് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇവനാണ് മുക്കീശൻ. അവിഹിതങ്ങൾ മുക്കിക്കൊടുക്കുന്ന, അവിഹിതങ്ങൾ ആവശ്യമെങ്കിൽ ആളിക്കത്തിച്ചു കൊടുക്കുന്ന, അവിഹിതങ്ങൾ മുക്കിക്കൊടുക്കുന്ന മുക്കീശൻ. ഈ മുക്കീശനെ സൂക്ഷിക്കുക കോൺഗ്രസ്സുകാരെ. ഈ കുലംകുത്തിയെ നിങ്ങൾ കരുതിയിരിക്കുക. ഇവനെ എത്രയും വേഗം ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്നും മാറ്റി, ഇവനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ, ഇവനെ മാറ്റി നിർത്താതെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിറങ്ങിയാൽ വമ്പിച്ച പരാജയം നേടേണ്ടി വരും എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ ഇപ്പോൾ മിസ്റ്റർ സാബു അറിയിച്ച പ്രതികരണം നിങ്ങൾക്ക് കേൾക്കാം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. സാറേ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് സാബു. നമ്മുടെ രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഇവരെ രണ്ടുപേരെ എനിക്ക് നേരിൽ കിട്ടാൻ നോക്കൂ. നേരിട്ട് കിട്ടാൻ നോക്കൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കുലം കുത്തികളാണ്. ഞാൻ സാറിൻ്റെ വാർത്തകൾ സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകനാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പില്, നമ്മുടെ ചാണ്ടി ഉമ്മന്, ഇങ്ങനെ കുറെ ചെറുപ്പക്കാര് ഒരു 10-15 പേരുണ്ട്. ഒരു 7-10 പേരുണ്ട് ചെറുപ്പക്കാര്, കൊച്ചു ചെറുപ്പക്കാര്. ഇവരെ വളർത്തിക്കൊണ്ടുവരണം. അത് സാറിന് പലരുടെയും കോളുകൾ വരുന്നതായിട്ടും എല്ലാം ഞാൻ ദിവസവും കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ നമ്പർ ഈ സാധാരണ ഒരു ഫോണിൽ നിന്നാണ് ഇപ്പൊ സാറിനെ വിളിക്കുന്നത്. ഇപ്പൊ VD ഒരാളെ കൊന്നാലും ജീവപര്യന്തം കിട്ടും, അല്ലെങ്കിൽ തൂക്കുകയറ് കിട്ടും. 2 പേരെ തൂക്കുകയറും കിട്ടും, ജീവപര്യന്തവും കിട്ടും. ഈ രമേശ് ചെന്നിത്തലയും VD സതീശനെ എന്റെ മുന്നിലോട്ടൊന്നും കിട്ടാൻ ഇവരെ ഞാൻ ഇവർ രണ്ടുപേരും പിണറായി വിജയൻ പറഞ്ഞ പോലെ കുലം കുത്തികൾ, കോൺഗ്രസിലെ കുലം കുത്തികളാണ് ഇവന്മാർ രണ്ടെണ്ണവും. ഈ സതീശന്റെ മോളാണ് മറ്റേ ഈ കേക്ക് മുറിച്ച് കൊടുത്ത ആ പെണ്ണ്. ഇത് പുറത്തുനിന്നുള്ള സംസാരത്തിൽ നിന്നാണ് എനിക്കറിയുന്നത്. എനിക്ക് പെണ്ണിനെ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഒരാളിനോടൊന്ന് മിണ്ടിയെന്ന് വിചാരിച്ചപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു പാർട്ടിപരമായിട്ട് എനിക്ക് 54-55 വയസ്സായി. ജനിച്ചു വീണതേ കോൺഗ്രസിലാ, വോട്ട് ചെയ്യുന്നതും കോൺഗ്രസിലാ, ഇനി മരിക്കുന്നതും കോൺഗ്രസ് ഇന്നേ മരിക്കുന്നില്ല. ഞാൻ യാക്കോക്കാരനാ. ഓർത്തഡോക്സും പാത്രികസുമായിട്ട് അടിനാശം വെള്ളത്തൊക്കെ ഉണ്ട്. അത് അവിടെ കിടക്കും. അത് എനിക്കത് വിഷയമുള്ള കാര്യം. ഞാൻ കോൺഗ്രസ്സുകാരുടെ പള്ളിയിൽ, യാക്കോക്കാരുടെ പള്ളിയിലും പരിപാടിക്ക് പോകും. എനിക്ക് മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. ഓർത്തഡോക്സുകാരുടെയും പോകും, പാത്രികസുകാരുടെയും പോകും. എനിക്കിപ്പോൾ എന്തും വിഷയമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരുമായിട്ട് എല്ലാം പിരിവുകാരുമായിട്ട് എല്ലാം സഹകരിക്കും. പക്ഷെ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ് മരിക്കുന്ന കാലം വരെ. പക്ഷെ ഇവന്മാരെ പോലുള്ള കൊലം കുത്തികള്, ഈ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ കണ്ണ് മൊത്തത്തിൽ തുറക്കുന്നവനല്ല. അവൻ ഭൂലോകത്തിന്റെ ആ പൂരിക്കണം നടക്കുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. പിന്നെ VD സതീശനെ, അവന് കുറെ ബൈബിൾ പരമായിട്ടുള്ള കാര്യവും യോഹന്നാന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും കുറെ ബൈബിൾ പരമായിട്ട് പറയുന്ന കുറെ അച്ചായന്മാരെയും അച്ചായത്തികളെയും കുറെ കിട്ടുമെന്ന് അവന് ഒരു കണക്കുകൂട്ടലുകളുണ്ട്. ഇതൊന്നും ഒരുമാതിരിപ്പെട്ടവരുടെ മുന്നിലൊന്നും വില പോകത്തില്ല. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറയാം. നമുക്കിപ്പോ ചെറുപ്പം ഈ മുതുകണ്ടകളൊക്കെ ചത്ത് പെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഇവന്മാര് കസര കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവന്മാരാ. നമുക്കിപ്പം പുതിയ തലമുറയ്ക്ക് ചെറുപ്പക്കാരായിട്ട് നമുക്ക് വാദിക്കാനും സംസാരിക്കാനും കഴിവുള്ളവരെയാണ് ആവശ്യം. ആണോ അല്ലയോ? ഇവര് പണ്ട് ഗാന്ധി മാർഗം സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു കർണത്തെ അടിക്കുന്നതും മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല. ഞാൻ ഷാഫി പറമ്പിലിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മോനെ കണ്ടിട്ടില്ല.
എല്ലാ ഫോട്ടോയ്ക്കകത്തും വീഡിയോയ്ക്കകത്തും മൊബൈലിനകത്തും ഒക്കെ കണ്ടിട്ടേ എനിക്ക് പരിചയമുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ രമേശ് ചെന്നിത്തലയും മറ്റേ വി ഡി സതീശനെ എൻ്റെ മുന്നിൽ എനിക്ക് കിട്ടാൻ ഒരു യുവമാരെ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ ഞാൻ കാരണം ഈ കോൺഗ്രസ് പാർട്ടിയിൽ രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. ഞാൻ തമാശ പറഞ്ഞില്ല. എനിക്കിനിപ്പോൾ ജീവിച്ചിരുന്നിട്ട് മുന്നോട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് 2 മക്കളുണ്ട്. 2 മോളെ കെട്ടിച്ചു. മോൻ്റെ കാര്യമൊക്കെ അവനെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തിരിക്കുക. ഇവനൊക്കെ എന്തോ ഈ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? ഇമാര് ചത്താലി കസേര ഒഴിയത്തില്ല. മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ കോടികൾ വെട്ടിക്കാം. ഇവൻ ഈ പോയത് നമ്മുടെ ഞാൻ മറ്റൊന്നും ഒന്നും പറയില്ല, നമ്മുടെ അച്യുതാനന്ദൻ നല്ലൊരു വ്യക്തിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, എൻ്റെ എതിർകക്ഷിയാണ്, അത് വേറെ കാര്യം. പക്ഷേ പിണറായിയെ കാട്ടി വലിയ ഫ്രോഡാണ് വി ഡി സതീശൻ. ഇവന് ഈ കുലം കുത്തി കൊടുത്തിട്ട് ഇവൻ നേരെ അവിടെ പോയിരിക്കുക, പൈസ വാങ്ങിച്ച് അവൻ അവിടെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഇവൻ ഇവിടുത്തെ എന്തെന്ന് നിയമം നടപ്പിലാക്കാനൊക്കെ ഇവൻ്റെ സ്ത്രീധനമായിട്ട് കിട്ടിയേക്കുവാന്നോ, ഇവന്റെ പെണ്ണുപിള്ള വീട്ടിൽ നിന്ന് സ്ത്രീധനം എഴുതി കൊടുത്തേക്കാന്നോ കോൺഗ്രസ് പാർട്ടിയുടെ നിയമം മൊത്തം നടപ്പിലാക്കാനൊക്കെ ഉണ്ട്? അല്ലല്ലോ. ഇവൻ പറയും ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കും. എന്തോ നടപ്പിലാക്കാനൊക്കെ ഉണ്ടാ? ഇവൻ ബാക്കിയുള്ളവരുടെ എല്ലാം തീരുമാനം നടപ്പിലാക്കിയിട്ടാണ് ഓടുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വിജയം എന്ന് പറഞ്ഞാൽ അവരവരുടെ ആൾക്കാരെ അവർ സംരക്ഷിക്കും. വേണം ഒരു നടപടി വന്നു കഴിഞ്ഞാൽ തെറ്റോ ശരിയോ അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു വ്യക്തിയോട് ചോദിക്കാം. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ സാറിന് എന്നോടൊന്ന് ചോദിക്കാം, സാബു ഇന്ന പോലെ ഒരു കാര്യമുണ്ട്, ശരിയാണോ? ഇതൊന്നുമില്ല. സഡൻ ആക്ഷൻ. നീ രാജിവെച്ചു, നീ മാറിക്കൂ. അത് അവൻ്റെ പെണ്ണുമ്പിളിക്ക് സ്ത്രീധനമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി. നമുക്ക് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ സെറ്റ് വരണം, പുതിയ വരും തലമുറ മാറണം. ഇനിയിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മോൻ വന്നു, ഓക്കെ, നടത്തിക്കൊണ്ട് പോട്ടെ, നല്ലൊരു ചെറുപ്പക്കാരനാ. ഞങ്ങൾ തമ്മിൽ നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അടൂർ പ്രകാശ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ജയിച്ചിട്ടാണ് ഇപ്പോൾ ആറ്റിങ്ങിൽ പോയേക്കുന്നത്. 5 വർഷം ഞങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ നിന്ന് ജയിച്ച ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ്. അത് വേറെ കാര്യം. ഇപ്പോൾ അതാണ് ജനീഷ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു. അത് ഞങ്ങൾ തമ്മിൽ രണ്ട് ശരി, അത് വിഷയമുള്ള കാര്യമില്ല, അത് വിഷയമല്ല. ഞാനിപ്പം വി ഡി സതീശനെ രമേശ് ചെന്നിത്തലയും പറയാനെ കൊണ്ട് വിളിച്ചതാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് നിയമസഭയില് ഇവൻ രാഹുൽ മങ്കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ നിയമസഭയിൽ അങ്ങ് തകർക്കും ഒലത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെട്ട് പോയി. ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് ഈ എ കെ ആന്റണിയെ വിളിച്ചോണ്ട് വന്ന് അവസാനം പണി മേടിച്ചില്ല. ഇയാളിപ്പോ കണ്ടോ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇവൻ നാണം കെട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാറിന്റെ ഡെയിലി എല്ലാ പ്രോഗ്രാമും ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു ദിവസം 2 മണിക്കൂറേ രാത്രി ഉറങ്ങാറുള്ളൂ. ഈ മൊബൈൽ ഓൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ കിടക്കുന്നതാ. ഞാൻ സാറിന്റെ പരിപാടി മാത്രമേ ഒരു വാർത്താ ചാനൽ കാണാറുള്ളൂ. അതിനകത്ത് രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വ്യക്തിയുണ്ട്. എനിക്ക് പുള്ളിയുമായിട്ട് യാതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരടുപ്പവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പുള്ളി കർശനമായിട്ട് എല്ലാ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് വി ഡി സതീശനെ രമേശ് ചെന്നിത്തല എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ട് തരാൻ നോക്കും. എന്തായാലും എനിക്കിനിയിപ്പോൾ മുന്നോട്ട് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. സാർ ഇത് പരസ്യമായിട്ട് തന്നെ ഇതിനകത്ത് വിട്ടു. ഇവന്മാരെ 2നെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പൊക്കോളാം. എന്തായാലും 2 പേരെ കൊന്നാലും ഒരാളെ കൊന്നാലും ശിക്ഷയെല്ലാം ഒന്നേ ഉള്ളൂ. ജീവപര്യന്തം അതിനകത്ത് കിടക്കാം. നല്ല സുഖലോലുവുമായിട്ടുള്ള ചാപ്പാട് കിട്ടും. വി ഡി സതീശൻ ഒരു കാരണമുണ്ട്. മത്തായിയുടെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും പിന്നെ കന്യാമറിയാമ ദൈവത്തോട് പറഞ്ഞു വെള്ളം അവിടെ കോരി വെച്ചിട്ടുണ്ട്, പോയി അത് വീഞ്ഞാക്കി കിട്ടും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അച്ചായന്മാരും അച്ചായത്തികളും വിശ്വസിക്കും, അല്ലെങ്കിൽ അതേ നിലനിന്ന് പോകും എന്നുള്ള കണക്കൂട്ടലാണ് ഇവന്റെ മനസ്സിലിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.